ഹലോ കൂട്ടുകാരെ, കേതൻ്റെ ഏതൻ തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കല്ലേ. ഇന്ന് നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു യമ്മി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ നമ്മൾ പുറകെ നടന്ന സമയം കളയേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോഴേ കുഞ്ഞുങ്ങൾ എനിക്ക് താ എന്ന് പറയും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പാൻ ചൂടായി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നമ്മൾ വീട്ടിൽ നെയ്യായിട്ടുണ്ടെങ്കിൽ 2 ഒഴിച്ചാൽ അല്ലെങ്കിൽ ഒരു 3 ഒഴിക്കാം. ഒരു 6 ആൽമണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഒരു 2 ടേബിൾ സ്പൂൺ റേസിൻസ്. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടാം കേട്ടോ. കുറവാണെങ്കിൽ കുറച്ചിടാം, കൂടുതലാണെങ്കിൽ കൂടുതലിടാം. ഒരുപാട് അങ്ങ് കൂടരുത്. നന്നായി ഇളക്കി ഒരു ഗോൾഡൻ കളർ, ബ്രൗൺ ആകരുത്, ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. ഇത് നമ്മളെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കോരിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരുന്നത് കുറച്ചും കൂടി കളർ മാറിപ്പോവും. അതേ പാനിൽ അതേ നെയ്യിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ സവാള, അല്ല കൊച്ചുള്ളി ആയാലും മതി, കൊച്ചുള്ളി അതൊരു 5-6 കൊച്ചുള്ളി, അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് സവാള, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എപ്പോഴും ഇച്ചിരി കൂടുതൽ നിൽക്കുന്നത് നല്ലത്. പച്ചമുളക് എരിയുടെ ആവശ്യാനുസരണം ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ്, ഒത്തിരി കൂടാതെ ഒരു 1/4 കപ്പ് കൂടെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കറി ലീവ്സും ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയത് നന്നായി വാടി വരണം. എന്നാൽ ഒത്തിരി അങ്ങ് വെന്ത് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ മൂക്കുന്ന ടൈപ്പൊന്നും ആവരുത്. പച്ചക്കറി എപ്പോഴും ഇത്തിരി പച്ചയായിട്ടിരിക്കുന്നതാണല്ലോ നല്ലത്. ഇങ്ങനെ വാടി വരുമ്പോഴേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഫുഡ് കളർ ചേർക്കുന്നവരുണ്ട്. എനിക്ക് ഫുഡ് കളർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കും. മഞ്ഞൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ഒരു കളർ വരാൻ വേണ്ടി ഞാനത് ചേർത്തത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അളവുകളൊന്നും മാറ്റാതെ ഇതേ അളവിൽ തന്നെ ചെയ്യാമെങ്കിൽ ഇതേ ടെക്സ്ചറിൽ തന്നെ നിങ്ങൾക്ക് നല്ല യമ്മി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അടപ്പ് മാറ്റിയ ശേഷം ഇനി റവ ചേർത്ത് കൊടുക്കാം. റവ മൊത്തത്തിൽ അങ്ങ് തട്ടിയിട്ട് കൊടുക്കരുത്, കുറേശ്ശെയായിട്ടിട്ട് ഇങ്ങനെ ഇളക്കി വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഉണ്ട കെട്ടിപ്പോകും. ഇനി ഇളക്കി വരുമ്പോൾ നല്ല ഇതേ ടെക്സ്ചറിൽ കിട്ടും. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, ഇതേ അളവിൽ കിട്ടും. ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇതിനെ വേവിക്കുക. നമ്മളല്ലാതെ നന്നായിട്ട് വേവാൻ വെള്ളത്തോടല്ലല്ലോ വെക്കുന്നത്, ഇങ്ങനെ കിണ്ടി എന്ന് പറയുമ്പോൾ ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് നാളികേരം ചിരണ്ടിയത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മുടെ ഓരോ റവയ്ക്കിടയിലേക്കും കയറത്തക്ക വിധം നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ ഇങ്ങനെ ചൂട് റവയ്ക്കിടയിലേക്ക് പച്ച നാളികേരം കയറുമ്പോൾ അതൊന്ന് വേവുമല്ലോ, ഒരു പ്രത്യേക മണം. അപ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും, അത് വേറെ കാര്യം. ഇത് നന്നായി ഇങ്ങനെ തേച്ച് വേണം. നമ്മുടെ ഈ ഉപ്പുമാവൻ സത്യം പറഞ്ഞാൽ ഇളക്കിലും കൂടി ഇരിക്കുക കാര്യമെന്ന് പണ്ടൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ ഇങ്ങനെ തത്തിപ്പൊത്തി വെക്കണം. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആവി പോകാത്ത വിധത്തിൽ ഇങ്ങനെ തത്തിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കണം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയൊന്നും പുറത്ത് പോകാതിരുന്ന് വേവാൻ വേണ്ടിയാണ്. നമ്മൾ ലിഡ് വെച്ചു 5 മിനിറ്റ് വേവിക്കണം. ഇതിങ്ങനെ തുറന്ന് വരുമ്പോഴത്തേക്ക് ഒരു മണമുണ്ട്. അപ്പോഴേ നമ്മുടെ വായിൽ ഇങ്ങനെ കപ്പലോടും. കാര്യം നെയ്യുടെയൊക്കെ മണം, നാളികേരം, നെയ്യെല്ലാം കൂടെ. ഇനി നമുക്ക് അടുത്ത കിണ്ടൽ പരിപാടി തുടങ്ങാം. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമുക്കിതിനെ ഇങ്ങനെ ഉടച്ച് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന് മൊത്തം ഇട്ട് ഉടയ്ക്കരുത്. ചിലർ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കാണാം ഉണ്ടയായിട്ട് കിടക്കും. ആ ഉണ്ടയ്ക്കകത്ത് റവയ്ക്കകത്ത് വെള്ളം കൂടി കയറിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഉപ്പുമാവിൽ അങ്ങനൊന്നുമില്ല. ഇങ്ങനെ സൈഡിൽ നിന്ന് ഉടച്ച് തേച്ച് കൊണ്ടുവരണം. വളരെ യമ്മി, വായിലിട്ട് അലിഞ്ഞു പോകും. ആ വിധത്തിലിരിക്കും. നമ്മുടെ തൊണ്ടയ്ക്കൊന്നും ഇരിക്കാതെ കുട്ടികൾക്കൊക്കെ എളുപ്പം കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി അതിനകത്തെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അത് എല്ലാ ഭാഗത്തും ചെല്ലണം. ഇപ്പം നമ്മൾ എടുക്കുമ്പോഴേ തവിയുടെ ഒരു സ്പൂൺ എടുത്ത് നമ്മളിങ്ങനെ ബാക്ക് കൊണ്ട് തട്ടി നോക്കാമെങ്കിൽ അതിലൊക്കെ മയം ഇങ്ങനെ പറ്റിയിരിക്കും, ലഡു പോലെ. അപ്പോൾ നമ്മുടെ യമ്മി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സെർവിങ് ബോളിലേക്കൊക്കെ മാറ്റി ഇവിടെ 2 പഴവും 1 പപ്പടവും കൂടി വെച്ചിട്ടുണ്ട്. കാണുമ്പോഴേ കുട്ടികൾ പറയും, അമ്മേ എനിക്ക് എളുപ്പത്തായോ എന്ന്. അപ്പോൾ ടാറ്റാ, ബൈ. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കും.